ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു വാൾ ഡെക്കറാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു പിസ്ത ഷെല്ലിൽ വെച്ചൊരു അടിപൊളി വാൾ ഡെക്കറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അപ്പം നമ്മുടെ വാൾ ഡെക്കർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ പീസിലുള്ള കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വലിയ കാർഡ്ബോർഡ് വേണ്ടിക്കൽ എടുക്കാവുന്നതാണ്. അതിൻ്റെ മേലെ ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ്റ് ഇവിടെ ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വാൾ ഡെക്കർ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഡാർക്ക് കളർ അടിക്കുക. എന്നാലും നമ്മൾ പിസ്ത ഷെല്ലിൽ വെച്ച് ഫ്ലവർ ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പിസ്ത ഷെൽ ഫ്ലവേഴ്സിൻ്റെ മിഡിൽ വെക്കാനായിട്ട് നമ്മുടെ പഴയ വാച്ചിൻ്റെ ക്ലോക്കൊക്കെ ഉണ്ടാവില്ലേ, അത് ഞാനിവിടെ കഴിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ അടുക്ക ക്ലോക്കിലുണ്ട്. ഞാനിവിടെ 2 ഫ്ലവേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. 2 വലുതും 2 ചെറുതായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പം ഞാനിതിൻ്റെ നമുക്ക് ഫ്ലവേഴ്സ് വെക്കാനുള്ള സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ക്ലോക്ക് വെക്കാനായിട്ട് നടുക്ക്. ഇനി നമുക്കിവിടെ പിസ്ത ഷെല്ല് നല്ല ഭംഗിയായിട്ട് വെച്ചു കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെയായിട്ട് ഫസ്റ്റത്തെ ഏതെല്ലാം ഇവിടെയായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിക്കാം. അപ്പം ഞാനിവിടെ 2 ഫ്ലവേഴ്സ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ 2 സൈഡിലും ഈ 2 കോർണറിലായിട്ട് ചെറിയൊരു പകുതി ഫ്ലവർ ഒന്ന് വെച്ചു കൊടുക്കാം. അത് നമുക്ക് ആകെ 4 പിസ്ത ഷെല്ലാറ്റേ വേണ്ടി വരുള്ളൂ ഇതിനായിട്ട്. ഇതൊക്കെ വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ പിസ്ത ഷെല്ല് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫെവിക്കോൾ ഒട്ടിച്ചുകൊണ്ട് കുറച്ച് താമസിച്ചു. അപ്പം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 4 പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ അടിക്കാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഡാർക്കും ഉള്ളിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് നമ്മളെ പൂ വിരിയുമ്പോൾ അങ്ങനെയല്ല ഉണ്ടാകും. നമുക്ക് അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് കളർ അടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ലൈറ്റ് ആദ്യം ഉള്ളിൽ അടിച്ച് ഡാർക്ക് പുറത്താണ് അടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയായിട്ട് സെൻറ്ററിലായിട്ട് കുറച്ച് നമ്മൾ പൂവിൻ്റെ പൂമ്പൊടിയില്ലേ, അതുപോലെ കുറച്ചൊരു സാധനം ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ പൂമ്പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ചായപ്പൊടിയാണ്. നമ്മൾ ചായയാക്കി ബാക്കിയുള്ള ചായപ്പൊടി ഞാൻ കഴുകിയിട്ട് ഉണക്കിയിട്ട് എടുത്ത് വെച്ചതായിരിക്കാണ്. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് ഇതിങ്ങനെ വിതറിക്കും. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 സ്ഥലത്തായിട്ട് നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഡ്രൈ ആക്കാൻ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേ സ്ഥലത്ത് എന്നോട് ഇങ്ങനെ കളർ പുറത്തായിട്ടുണ്ടായിരുന്നു. നമുക്ക് ബ്രഷ് വെച്ച് ബ്ലാക്ക് കളർ ഇവിടെയായിട്ട് ഫുള്ളായിട്ടൊന്ന് കളറായ സ്ഥലത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റ് എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്നിങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ ആയ ഭാഗത്ത് മാത്രം ഒന്നിങ്ങനെ ടച്ച് ചെയ്തെടുത്താൽ മതി. പിന്നെ ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടിച്ചതിൻ്റെ മേലെ കയറിപ്പോരുത് കേട്ടോ. ഇതുപോലെയായിട്ട് നമ്മളിപ്പം കളറായ എല്ലാത്തിലും ഞാൻ അടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഒട്ടിച്ചതും എല്ലാം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കുറച്ച് മുത്താണ്. അപ്പം ഞാനിവിടെ ഒരു ബ്ലാക്ക് ഇതിലുള്ളൊരു മുത്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു മുത്താണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാൻ നല്ലൊരു ഷേപ്പില്ല, നിങ്ങൾക്ക് റൗണ്ട് മുത്താലും കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള മുത്തായി നമുക്ക് നേരെ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ ചെടി പോലെയായിട്ടാണ് വെച്ചെടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ 4 ഭാഗത്തായിട്ടും വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു പ്ലക്കറൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് വെച്ചാൽ മതി, പെട്ടെന്നായി തീരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ചത് മൊത്തം എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. നേരത്തെ ഒട്ടിച്ച് പൊടിയില്ല, അതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കണ്ടത് ഇതുപോലെയായിട്ട് പെയിൻ്റ് എടുത്തിട്ട് നല്ലോണം ഇതിങ്ങനെ കൊത്തി കൊടുക്കും. ഇങ്ങനെ ആരും ഇങ്ങനെ അടിച്ചു കൊടുക്കരുത്. അപ്പോൾ ആരും തരിതരീൻ്റെ ഒരു എഫക്റ്റ് തോന്നിക്കില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിവിടെ ചായപ്പൊടി ഇട്ടുകൊടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടിക്കൽ അരിച്ച മണ്ണോ പൂഴിയോ അങ്ങനെ എന്ത് വേണ്ടിക്കൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.